എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ തൗഹീദ് റുബൂബിയത്ത് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പരിശോധിച്ച് നോക്കണം. അതായത് എന്ത് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോഴും റുബൂബിയത്തിലേക്ക് തട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. ജീവിതത്തിൽ എന്തുണ്ടായാലും അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത്. അതിന്റെ പിന്നിലൊക്കെ വലിയ ഹിക്മത്തുണ്ട് എന്ന് ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാലും എന്തില്ല, യാതൊരു പ്രശ്നവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു സങ്കടത്തിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തി എന്താ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ ഈ പരീക്ഷണം എന്നുള്ളത് ജീവിതത്തിലെ ഡിഫോൾട്ടായ ഒരു വിശേഷണം. ഡിഫോൾട്ടായ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുക. പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുഅ്മിൻ അതിനെ കാണുക, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, പരീക്ഷണമാണെന്നാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ താണ്ടി പോകേണ്ടതാണ് ജീവിതം. അതല്ലാതെ സുഖകരമായ ഒരു ജീവിതം എന്തല്ല ഇവിടുന്ന് കിട്ടേണ്ടതല്ല എന്നാണ് ഒരു വിശ്വാസിയുടെ സമീപനം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ വിശാലമായി പല ദിക്കുകളിലേക്കും ഇസ്ലാം എത്തി. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എന്താണ്, ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. രണ്ടാളുകൾ വന്നത് ഒരേ ലക്ഷ്യത്തിനാണ്. ഭയങ്കര വിശപ്പാണ് റസൂലേ, ഒന്നും തിന്നാനില്ല, ഭയങ്കര വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സ്വഹാബാക്കൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ ലക്ഷ്യത്തിലാണ് വന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സ്വഹാബിയുടെ അടുക്കൽ വിരുന്ന് കിട്ടും, അവിടുന്ന് ഭക്ഷിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുക്കും, സുമ്മ ലതുസ്അലുന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെ കുറിച്ച് ഉമറെ ചോദിക്കപ്പെടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് കൂടി ചോദിക്കുന്നുണ്ട്, അതിൽ ഇതൊരു അനുഗ്രഹമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ റസൂലേ? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒന്നല്ലേ, അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, ഒരു ആസ്വാദനമൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ കുടിക്കുന്ന തണുത്ത വെള്ളം ഉണ്ടല്ലോ അതുപോലെ എന്താണ്, അനുഗ്രഹമാണ്, അതുപോലും അനുഗ്രഹമാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ച ചോദ്യമാണ്, അതല്ല ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടമാവൂലേ, എല്ലാം ദുനിയാവിൽ തന്നെ കിട്ടുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പേടിച്ചു. അതായത് ദുനിയാവിൽ നമുക്ക് അനുഗ്രഹങ്ങൾ അധികമായി ലഭിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയാണ് വേണ്ടത് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ റുബൂബിയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു വെക്കണം. എന്ത് നടക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രകാരവുമാണ് നടക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.